Good afternoon, all. Good afternoon. Good afternoon. Prayer പറഞ്ഞോ കേട്ടോ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചുവടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും മൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും. Sign in. A very warm good afternoon to all, the respected teacher and my dear friends. Today it is my honor to introduce our teacher Aparna ma'am. We extend a heartfelt welcome to you ma'am. We are truly excited to learn from your guidance and experience, and we look forward to growing under your mentorship. Thank you ma'am, and once again a very warm welcome to you. Thought of the day. ഞാൻ പറയാം സേ. Give every day the chance to become the most beautiful day of your life. Mark Twain. Once again, give every day the chance to become the most beautiful day of your life. Mark Twain. Thank you. Thank you all. നമ്മൾ ഏത് പോർഷനാണ് എടുത്തോണ്ടിരുന്നത് ലാസ്റ്റ്? ഓർമ്മയുണ്ടോ? ഏത് പോർഷൻ ആയിരുന്നു? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. അതില് നമ്മള് ഡിഫറൻസ് പറഞ്ഞു അല്ലേ? ഡിഫറൻസ് പറഞ്ഞു മിസ്. എന്നിട്ട് പേജ് നമ്പർ 36 അല്ലേ? 36. ആക്ടിവിറ്റി പറഞ്ഞത് എന്ത് ആക്ടിവിറ്റി ആയിരുന്നു? കളേഴ്സ് ടാബ്ലറ്റ്സ് ആണോ? ഓക്കെ. ഈ ഡിഫറൻസ് വരെയല്ലേ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്? അതെ മിസ്. ഓക്കെ. കളർ ടാബ്ലറ്റ്സ് പ്രസന്റ് ചെയ്തോട്ടാ. മിസ് പേര് അയച്ചോ? ആരൊക്കെയാണ് ചെയ്തിരിക്കുന്നത് വെച്ചാല് അവര് പേരൊന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർഡറിൽ ഒന്ന് വിളിക്കാൻ പറ്റുമായിരുന്നു. മിസ് അത് 19 സബ്മിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്? ആണോ? പിന്നെ നമ്പർ ചാർട്ടും ആൽഫബറ്റ് ചാർട്ടും ആണ് കാണിക്കാൻ പറഞ്ഞത്. ഓക്കെ. നമ്പർ ചാർട്ടും ആൽഫബറ്റ് ചാർട്ടും ഇന്ന് പറഞ്ഞിരിക്കണേ അല്ലേ? അതില് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കാണിക്കാത്തവരോടും പിന്നെ പെൻഡിങ് ഉള്ളതും കാണിക്കാൻ പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഓരോ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ഐഡിയ കിട്ടുമല്ലോ. നിസ്സി ഒന്ന് പ്രസന്റ് ചെയ്തേടാ. ഓക്കെ, ഒന്നോട്ട് പ്രസന്റ് ചെയ്ത്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഗുഡ് ആയിട്ട് എടുത്തിരിക്കുന്നതോ സൈഡില് ടിക്കാണോ? ഓക്കെ, ആൽഫബറ്റ് ചാർട്ട്, നമ്പർ ചാർട്ട്. ഓക്കേടാ, വരച്ചിരിക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ.
കളർ ടാബ്ലറ്റ്സ് സ്റ്റിക്ക് ആയിട്ട് എന്താ എടുത്തിരിക്കണേ? സ്റ്റിക്കായിട്ട് ഐസ്ക്രീമിന്റെ ഓക്കെ ഓക്കെ ഓക്കെ. കൃഷി ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ചെയ്തോട്ടോ. ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും അവരെങ്ങനെയാ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിട്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ബാക്ക് ക്യാമറ ടോപ്പിലായിട്ട് മുകളിൽ, ഏറ്റവും മുകളിലായിട്ട് കേട്ടോ. ഏറ്റവും മുകളിൽ നോക്ക്, ആ ലിങ്ക് വന്നിട്ടില്ലേ, അതിന്റെ തൊട്ട് അടുത്ത് തന്നെ ആ സ്പീക്കർ കാണുന്നില്ലേ, അതിന്റെ അടുത്ത്. ഓക്കെ ഓക്കെ, കണ്ടു കേട്ടോ. വെൽക്കം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. വേറെ ആരും ചെയ്തിട്ടില്ലല്ലോ കളർ ടാബ്ലറ്റ്സ്? അൻഷില എന്റെ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ മിസ്. ഒരെണ്ണത്തിന് നേരം കിട്ടിയുള്ളൂ. ഓക്കെ, ജസ്റ്റ് കാണിച്ചോ. ഞാൻ എങ്ങനെയാ എപ്പോഴും ക്യാമറ തിരിക്കാൻ കാണിച്ചാ മതി. അതാണ് സൂപ്പർ ചാറ്റ് അല്ലേ? ഇത് ചെയ്തിട്ടുള്ളൂ, ഇതിന് നേരം കിട്ടിയിട്ടുള്ളൂ. നമ്പർ ചാർട്ടും ഇത് ചെയ്യാട്ടോ. നമ്പർ ചാർട്ട് പകുതി ആയിട്ടുള്ളൂ. 3G കളർ ടാബ്ലറ്റ്സ് ആണ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മറ്റത് കാണിച്ചായിരുന്നു മാം കഴിഞ്ഞ വീക്കില്. ഞാൻ ഓർമ്മയുണ്ട്. ഹിസ്സ യെസ് മാം. ആടാ. യെസ് മാം. പ്രസന്റ് ചെയ്തോടാ. കളർ ടാബ്ലറ്റ്സ്. ഓക്കെ, കാർഡ്ബോർഡാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അല്ലല്ല, സൈഡിൽ വെച്ചത് ചാർട്ട് തന്നെയാണ്, ആ ബ്രൗൺ കളർ ചാർട്ട്. ദിവ്യ മിസ് ഇത്രേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഓക്കേടാ, ബാക്കി കൂടി കംപ്ലീറ്റ് ആക്കാട്ടോ. കൂടുതൽ കളേഴ്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? വിദ്യ കാണാൻ പറ്റുന്നുണ്ടടാ. ഇവിടെ വിദ്യയുടെ കണ്ടുട്ടോ, നന്നായിട്ടുണ്ട്. ശ്രീവിദ്യ അത് ചാർട്ടാണോ? ചാർട്ട്. ഓക്കേടാ. കളർ ടാബ്ലറ്റ്സ് വലുതാണല്ലോ, വലിയ കളർ ടാബ്ലറ്റ്സ് ആണല്ലോ. കുഴപ്പമില്ല, നന്നായിരുന്നു. നല്ലെണ്ണം ചെയ്തിട്ടുള്ളൂ അല്ലെ? ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടോ. മഞ്ജു നമ്പർ ചാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെ? കണ്ടു. ഇനി നമ്പേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ, കളേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യട്ടോ. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. എന്തെല്ലാമാണ് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം കേട്ടോ. ഡെവലപ്മെന്റ് ഹെൽപ്പ് ആസ് ടു പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ടു ചിൽഡ്രൻസ്. നമ്മള് കുട്ടികൾ ഡെവലപ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ കുട്ടികൾക്ക് കൊടുക്കണം. ഓരോ കാര്യങ്ങൾ ഇപ്പോ നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ ജോലി ആയിരിക്കും, ജോലി നല്ല ടാസ്കും കാര്യങ്ങളും നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. കുഞ്ഞുമക്കൾ ഉണ്ടാവില്ല, അവർക്ക് പറ്റുന്ന ടാസ്കും കാര്യങ്ങളും അവർ തന്നെ ചെയ്യണ്ടേ. ഇപ്പൊ ജസ്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് ബുക്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ ടിഫിൻ ബോക്സ് എടുത്ത് ബാഗിലേക്ക് വെക്കുന്നതാവാം. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മളത് കുട്ടികളെ കൊണ്ട് തന്നെ സ്വയമേ ചെയ്യിക്കണം. മേ ബി അവരുടെ ബട്ടൺസ്, നമ്മുടെ ഷർട്ടിന്റെ ഒക്കെ ബട്ടൺസ് സ്വയമേ ഇടാനായിട്ട് അതൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് സ്വയമേ ശീലിപ്പിക്കാം. ഡെവലപ്മെന്റ് ഹെൽപ്പ് ആസ് ടു നോ വാട്ട് ടു എക്സ്പെക്ട് ഓഫ് എ ചൈൽഡ് ആൻഡ് വെൻ ടു എക്സെപ്റ്റ്. നമുക്കറിയാം ഡെവലപ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ കുട്ടിയിൽ നിന്നും ഓരോ ഏജിലും എന്തെല്ലാം കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, അത് എപ്പോൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഡെവലപ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറയില്ലേ, 1 വയസ്സിനുള്ളിൽ കുട്ടി നടന്നു തുടങ്ങണം, 1.5 വയസ്സിനുള്ളിൽ സംസാരിച്ചു തുടങ്ങണം, അമ്മ 2-3 വേഴ്സെങ്കിലും പറഞ്ഞു തുടങ്ങണം, 2 വയസ്സിനുള്ളിൽ അവര്
കുറച്ചും കൂടി വെക്കാബുലറീസ് കൂടണം, സംസാരിച്ചു തുടങ്ങണം. ഒരു 2.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും സെന്റൻസ് ഫോം ചെയ്ത് അവർ സംസാരിക്കാൻ പഠിക്കണം. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഓരോ ഏജിനനുസരിച്ചും കുട്ടികളിൽ നിന്ന് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണം, അവരെങ്ങനെ അത് പെരുമാറും എന്നുള്ളത് ഡെവലപ്മെന്റ് നമുക്ക് മനസ്സിലാക്കി തരും. അതേപോലെ വലിയ കുട്ടികളുടെ കേസ് ആണെങ്കിൽ ഒരു അഡോളസെന്റ് ഏജ് ഒക്കെ കഴിയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ കുറച്ചും കൂടി മെച്ചോർഡ് ആയിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ മെച്യൂരിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ഏജിലും എന്തെല്ലാം കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Development help as to make children ready for changes that occurs in place of their body, interest, behavior and their environment. ഡെവലപ്മെന്റ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ ബോഡിയിൽ അഡോളസെന്റ് ഏജിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കും അല്ലെ. ആ മാറ്റങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും അതേപോലെ ഈ കുട്ടികളുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ആ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഇൻട്രസ്റ്റ് ആണ്, അവരുടെ ബിഹേവിയർ എന്താണ്, അവരുടെ ചുറ്റുപാട്, അവരുടെ എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Development helps in early identification of any retarded development. ഇനി നമ്മുടെ ഡെവലപ്മെന്റ് എന്തെങ്കിലും മന്ദഗതിയിലാണെങ്കിൽ നമുക്കത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് ഡെവലപ്മെന്റ് മനസ്സിലാക്കും. നമുക്കറിയാം 1.5 വയസ്സിനുള്ളിൽ കുട്ടികൾ നടന്നു തുടങ്ങണം. 1.5 വയസ്സായിട്ട് കുട്ടി നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലായി എന്താണ് നമ്മുടെ ഡെവലപ്മെന്റ് പ്രോപ്പർ അല്ല, അപ്പൊ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ 2 വയസ്സിനുള്ളിൽ സംസാരിച്ചു തുടങ്ങണം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് പ്രോപ്പർ അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്പീച്ച് തെറാപ്പിയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഓരോ സ്റ്റേജിലും ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് എനി റിട്ടേൺ ഡെവലപ്മെന്റ്, ഇങ്ങനെ എന്തെങ്കിലും ഡെവലപ്മെന്റ് മന്ദഗതിയിൽ ഉണ്ടെങ്കിൽ നേരത്തെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്. ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആണ്. ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഫുള്ള് നമുക്ക് ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഓരോ ഡെവലപ്മെന്റിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നിങ്ങളെ 18 വയസ്സുള്ള ആ ഒരു കുട്ടിയാണോ ഇപ്പോ നമ്മള് അല്ലാലോ. ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന നല്ല എന്താ പറയുക വീട്ടിലെല്ലാ എന്ത് വർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിട്ട് മാറിയില്ലേ. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ അമ്മമാരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മനെ പോലെ എനിക്ക് ഒട്ടും ആവാൻ പറ്റില്ല, എനിക്ക് ഒരു വീട്ടിലെന്താവാനായിട്ട് ഒട്ടും പറ്റില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചില്ലേ. ചിലവര് മൾട്ടി ടാസ്കിങ് ആയിരിക്കും അല്ലെ. വീട്ടില് എന്താ പറയാ വീട്ടിലെ എല്ലാ വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള പേഴ്സൺസും ഉണ്ടാവും. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആണ്. ഡെവലപ്മെന്റ് ഈസ് സക്സസീവ്. നമുക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും, ഡെവലപ്ഡ് ആവാനായിട്ട് പറ്റും. ഓരോ സ്റ്റേജസിലൂടെയും അത് നമുക്ക് സക്സസ് ആവാനായിട്ട് പറ്റും. ഏർലി ഡെവലപ്മെന്റ് ഈസ് മോർ വൈറ്റൽ ദാൻ ലേറ്റർ ഡെവലപ്മെന്റ്. നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏർലി ഡെവലപ്മെന്റിനാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മുതൽ ചോദിക്കാൻ തുടങ്ങും, കുട്ടി കമന്ന് വീണോ, കുട്ടി കമന്ന് വീണോ എന്ന് ചോദിക്കും അല്ലെ. കമന്ന് വീണു തുടങ്ങിയോ, മുട്ടിലിഴഞ്ഞോ, ഇരിക്കുറച്ചോ, നടന്നു തുടങ്ങിയോ. അത് ഓരോ ഏജിലും ഡെവലപ്മെന്റ് ഇന്ന ഡെവലപ്മെന്റിലൂടെ കുട്ടികൾ കടന്നു പോകണം എന്നുണ്ട്. ഇപ്പൊ ഏർലി ഡെവലപ്മെന്റ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. ഏർലി ആ ഡെവലപ്മെന്റ് സമയത്താണ് കൂടുതൽ വൈറ്റൽ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്, ഈ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം. ലേറ്റ് ഡെവലപ്മെന്റ് പിന്നീടുള്ള കാര്യമാണ്. ഡെവലപ്മെന്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് മെച്യൂരിറ്റേഷൻ ആൻഡ് ലേണിംഗ്. ഡെവലപ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെച്യൂരിറ്റിയുടെയും നമ്മുടെ ലേണിംഗിന്റെയും ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് ഡെവലപ്മെന്റ്. ഇപ്പൊ നമ്മൾ പറയില്ല വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെയല്ല പെരുമാറുന്നത്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഇങ്ങനെ പെരുമാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ഇപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങളെ തന്നെ എടുക്കുക. നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ? കോഴ്സ് ചെയ്യുന്നതിന് മുമ്പുള്ള നിങ്ങളാണ് ഇപ്പോഴത്തെ നിങ്ങള്. അങ്ങനെ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ടോ ലൈഫില്, ക്യാരക്ടറില്, അല്ലെങ്കിൽ കുട്ടികളോടുള്ള പെരുമാറ്റത്തിലെങ്കിലും? നമ്മുടെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയോ? കുട്ടികളോട് നമ്മൾ പെരുമാറുമ്പോൾ അവരുടെ ഇമോഷൻസ് വേദനിക്കാത്ത രീതിയിൽ സംസാരിക്കുക, അവർക്ക് ഫീൽ ആകുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊരു മനസ്സിൽ ഒരു ഫീലിംഗും കാര്യങ്ങളൊക്കെ വന്നില്ല. അത് തന്നെയാണ് വെച്ചാൽ നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലേൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ കൂടുതലായിട്ട് ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കണം. There are individual difference in development. ഡെവലപ്മെന്റിന്റെ കേസിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. എല്ലാ വ്യക്തികളും ഒരേപോലെ എല്ലായിരിക്കും ഡെവലപ്ഡ് ആവുന്നത്. നമ്മൾ പറയും എന്റെ മകൻ 8ാം മാസത്തിൽ 8 അടി വെച്ചു. പക്ഷെ നമ്മുടെ കുട്ടി എന്താണ് 1.25 വയസ്സായിട്ട് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. അത് ഓരോ കുട്ടിയുടെയും അനുസരിച്ച് ഓരോ വ്യക്തിനെ അനുസരിച്ചും ഡെവലപ്മെന്റിൽ എന്തുണ്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. The child develop as a unified whole.
നമ്മൾ മൊത്തത്തിലുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള ഓവറോൾ ഡെവലപ്മെന്റിനെയാണ് ഒരു ചൈൽഡ് ഒരു കുട്ടി വളർന്നു വരുന്നത്. അവന്റെ മൊത്തം എന്താ പറയാ ഓവറോൾ ഡെവലപ്മെന്റിലൂടെയാണ് ഒരു കുട്ടി ഡെവലപ്ഡ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ഒന്ന് റീഡ് ചെയ്തേ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. മിസ് ഈ ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാവോ? ആടാ അതില്ലേ ചൈൽഡ് ഡെവലപ്ഡ് ആസ് എ യൂണിഫൈഡ് ഹോൾ എന്നാ അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ഡെവലപ്സ് എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമല്ല, അവിടെ ഫിസിക്കൽ വരുന്നുണ്ട്, സോഷ്യൽ വരുന്നുണ്ട്, ഇമോഷണൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ഈ എല്ലാ ഡെവലപ്മെന്റും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കുന്നത് ഇത് ഓരോ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ്, എന്താണ് ലാംഗ്വേജ്. അതൊരു 5 ചാപ്റ്റേഴ്സ് നമുക്ക് ഈ ഒരു പോർഷനിൽ കവർ ചെയ്യാനുണ്ട്. ഈ 5 ചാപ്റ്റേഴ്സും ഒരുമിച്ച് തന്നെയാണ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓവറോൾ ആ ഒരു ഡെവലപ്മെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് പറഞ്ഞില്ല എല്ലാ ഡെവലപ്മെന്റിനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ട്, അതുകൊണ്ട് നോട്ട് ചെയ്യാനാണ്. ക്ലാസ് തുടങ്ങിയ സമയത്ത് ഈ പോർഷൻ തുടങ്ങിയ സമയത്ത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ ഡെവലപ്മെന്റും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇൻക്ലൂഡിങ് ഫിസിക്കൽ, മോട്ടോർ, സോഷ്യൽ, ഇമോഷണൽ, ലാംഗ്വേജ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. എല്ലാത്തിനും ഓവറോൾ ഡെവലപ്മെന്റിനെയാണ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. റീഡ് ചെയ്ത് എല്ലാവരും. ക്ലിയർ ആണോ? ഇനി ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. The main factors that affect growth and development are hereditary and environmental factor. Hereditary എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറ്റിക് ഫാക്ടർ ആണ്. നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഫാക്ടേഴ്സിനെയാണ് ഹെറിഡിറ്ററി ഫാക്ടർ എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റുപാടും, നമ്മുടെ പരിസ്ഥിതി, വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ എൻവയോൺമെന്റൽ, ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ള എൻവയോൺമെന്റും ജനിച്ചതിന് ശേഷം ആ വളർന്നു വരുന്ന എൻവയോൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. The main factors that affect growth and development are hereditary and environmental. First one is hereditary or genetic factor ആണ്. ഫസ്റ്റ് നമ്മളൊരു കുട്ടിയുടെ ഫിസിക്കൽ ഫാക്ടേഴ്സ് ഗ്രോത്തിന് നമുക്ക് കാണുമ്പോൾ അച്ഛനമ്മയ്ക്കൊക്കെ നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ കുട്ടികളും എങ്ങനെയായിരിക്കും, നല്ല ഹൈറ്റ് ആയിരിക്കും അല്ലെ. അച്ഛനമ്മയും അത്യാവശ്യം എന്താ പറയാ ഭയങ്കര വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും അതേ ഒരു രീതിയായിരിക്കും കുട്ടികളിലും കാണുന്നത്. അതേപോലെ നമ്മുടെ സ്കിന്നിന്റെ കളറാവട്ടെ, കണ്ണിന്റെ കളറാവട്ടെ, ഹെയറിന്റെ കളറ്, ഷേപ്പ് ഓഫ് ദ നോസ്, ഇയർ ഒക്കെ എന്താണ് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാ. എന്റെ മൂക്കിലൊരു പ്രത്യേകത ഉണ്ട്, ശ്രദ്ധിച്ചു. സാധാരണ എല്ലാവരും മൂക്ക് പോലെ അല്ലല്ലോ എന്റെ മൂക്ക്. ഇവിടെ വന്നിട്ടെങ്കിലും എന്താണ് ഒരു ഇങ്ങനെ പൊന്തിയിട്ടൊക്കെ താന്നു തന്നതാ അല്ലെ. ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാവരും കളിയാക്കൂട്ടതിനാ. അതോടെ കേട്ടോ. ഇതെന്റെ അച്ഛന്റെ മൂക്ക.
അച്ഛന്റെ അതേ മൂക്കിന്റെ ഷേപ്പാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇതേ മൂക്കാണ്. എന്റെ മൂക്കും ഇതേ ഷേപ്പാണ് മൂക്ക്. ചില പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയത് ഒരു മൂക്കിന്റെ ഷേപ്പാണ് മെയിൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അച്ഛന്റെ കയ്യിൽ നിന്ന് പാരമ്പര്യമായിട്ട് മെയിൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ മൂക്കിന്റെ ഷേപ്പാണ്. ജസ്റ്റ് എല്ലാവരും നോക്കും. അതന്നെ പാരറ്റിംഗ്. അതെ. അപ്പൊ ആ ഒരു ഫാക്ടർ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാണ്ട് കുറച്ച് ഹെറിഡിറ്ററി ഡിസീസും കാര്യങ്ങളും പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വേറെ. അപ്പൊ നമ്മൾ പറയില്ലേ അച്ഛനെ പോലെയാണ്, അച്ഛന്റെ കണ്ണാണ്, അച്ഛന്റെ മുടിയാണ്, അച്ഛന്റെ മൂക്കാണ്, അല്ലെങ്കിൽ അമ്മേനെ പോലെയാണ്, അമ്മന്റെ കളറാണ്, അല്ലെങ്കിൽ അമ്മയുടെ ഹൈറ്റ് ആണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഇതെല്ലാം നമുക്ക് ജനറ്റിക്കലി നമുക്ക് കൈമാറ്റം കിട്ടുന്നതാണ്, അല്ലെ? ജനറ്റിക് ആയിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ അല്ലെ? എന്തെല്ലാമാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് മനസ്സിലായോ? അതെങ്ങനെ കിട്ടുന്നതെന്ന്. ഇനി ഇവരിവിടെ പറയുന്നത് സെക്സ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ജനറ്റിക്കലി തന്നെയാണ് പെൺകുട്ടി ആവണോ ആൺകുട്ടി ആവണോ എന്ന് തീരുമാനിക്കുന്നത്. ആരാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ? അച്ഛനാണോ അമ്മയാണോ? മെയിലാണ്. ഓക്കെ. മെയിലിന്റെ ക്രോമസോംസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീമെയിൽ ആണോ മെയിൽ ആണോ കുട്ടി എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഹെറിഡിറ്ററി ഡിസീസ് ഉണ്ട്. പാരമ്പര്യമായിട്ട് നമുക്ക് അസുഖങ്ങൾ കൈമാറി കിട്ടും, അല്ലെ? എനിക്ക് കിട്ടിയിട്ടുണ്ട് തൈറോയിഡ്. പാരമ്പര്യമായിട്ട് കിട്ടിയ അസുഖമാണ്. തൈറോയിഡ് ഉണ്ട്. നിങ്ങൾ ഇത് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. തൊട്ടിലൂടെ ഇങ്ങനെ ഒരു നല്ല വലിയ ബട്ടർഫ്ലൈ ഇരിപ്പുണ്ട്. തൈറോയിഡ് എന്ന് പറയുന്ന അസുഖം പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. വേറെന്തൊക്കെയാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങള്? ഷുഗർ, പ്രമേഹം. ഷുഗർ, ഡയബറ്റിക്, ടൈപ്പ് 1 ഡയബറ്റിക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഹാർട്ട് റിലേറ്റഡ് ഹാർട്ട് ഇഷ്യൂ, അല്ലെ? ഹാർട്ട് ഇഷ്യൂ കോമൺലി കേൾക്കുന്നുണ്ട് ഇപ്പൊ, പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന്. പിന്നെ ആസ്മ, അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. ചില അലർജീസ് പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെന്താണ്? വേറെന്തൊക്കെയാ നിങ്ങളെന്താ പറയാത്തെ? ഞാൻ മാത്രമുള്ള പറയണേ. എന്താ? മുടി പാരമ്പര്യമായിട്ട് കിട്ടില്ലേ? പാരമ്പര്യമായിട്ട് കിട്ടും. ഹെയർ പാരമ്പര്യമായിട്ട് കിട്ടും. പിന്നെ ആണിരോഗം. നാഡീരോഗം. നാഡീരോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാദം പോലത്തുള്ള അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടൂലേ? വാദം കിട്ടും. വാദം കിട്ടും പാരമ്പര്യമായിട്ട്. പാരമ്പര്യമായിട്ട് കിട്ടും. ക്യാൻസറും ഒക്കെ പാരമ്പര്യമായിട്ട്. ക്യാൻസറോ? അത് പാരമ്പര്യമായിട്ട് കിട്ടോ ക്യാൻസർ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ പാരമ്പര്യമായിട്ട് വന്ന് കണ്ടിട്ടുണ്ട് ഇപ്പൊ. എന്റെ ഒരു ഫ്രണ്ടിന് ഉണ്ട്, മുത്തശ്ശന്, അച്ഛന്, അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പാരമ്പര്യമായിട്ടുണ്ട്. അങ്ങനെ ഹെറിഡിറ്ററി ഡിസീസ് നമുക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഹെറിഡിറ്ററി ഫാക്ടേഴ്സിലൂടെ നമുക്ക് ഈ ഒരു ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. പ്രീനെന്റൽ ആൻഡ് പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സ്. ഒരു കുട്ടിയുടെ പ്രസവത്തിന് മുമ്പുള്ള അവസ്ഥ, അമ്മയുടെ മെന്റൽ ഹെൽത്ത്, അമ്മയുടെ ഫിസിക്കൽ ഹെൽത്ത്, അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ റെഡിനെസ്, ആ ഒരു കുട്ടീനെ കൺസീവ് ചെയ്യാനുള്ള അമ്മയുടെ ആ റെഡിനെസ്സും ന്യൂട്രീഷനും, അമ്മ എടുക്കുന്ന ന്യൂട്രീഷനും കാര്യങ്ങളും, അതേപോലെ തന്നെ ആൽക്കഹോൾ, ഡ്രഗ്സ് കാര്യങ്ങളും, പിന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. പ്രസവശേഷം ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രീനെന്റൽ ഫാക്ടറും പോസ്റ്റ്നെന്റൽ ഫാക്ടറും. പ്രീനെന്റൽ ഫാക്ടർ വെച്ചാൽ പ്രസവത്തിന് മുമ്പുള്ള ആ ഒരു എൻവയോൺമെന്റും ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും. പോസ്റ്റ്നെന്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവത്തിന് ശേഷമുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും. നോക്കാം. മോണ്ടിസോറി in the line with the modern psychologist who acknowledge the influence of both nature and nurture. She writes about inherited characteristics. അപ്പൊ മോണ്ടിസോറി ഈ എന്താ പറയാ ഡെവലപ്മെന്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഒരുപാട് ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൈമാറി കിട്ടുന്നുണ്ട്. ആൻഡ് പ്രീഡിറ്റർമിൻ പാറ്റേൺ ഓഫ് ബിഹേവിയർ, ബട്ട് ഷീ ഓൾസോ അപ്രൂവ്
ഓഫ് വെരി സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് എൻവയോൺമെന്റൽ കണ്ടീഷൻ. നമ്മുടെ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഈ മുകളിൽ പറഞ്ഞ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മളുടെ ഇൻക്ലൂഡിങ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, ആ ഒരു എൻവയോൺമെന്റ്, അവന് വളർന്നു വരുന്ന സമൂഹം, അതിന്റെ എല്ലാം ഇൻഫ്ലുവൻസ് അവനെ നല്ല രീതിയിൽ അവന്റെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു കുട്ടി നല്ല ഫ്രീഡവും നല്ല പാരന്റ്സിന്റെയും ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ കെയറിൽ നിന്ന് വളർന്നു വരുന്ന ഒരു കുട്ടി, അതേ സമയത്ത് മറ്റൊരു കുട്ടി അത്രയും ചില പാരന്റ്സ് രണ്ടുപേരും വർക്കിംഗ് ആണ്, അവനെ കെയർ ടേക്കേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മയും അച്ഛനും അവന്റെ കൂടുതൽ കാര്യങ്ങളിൽ ടൈം ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല, ഫുള്ളും ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫാണ്. ഈ രണ്ട് കുട്ടികളുടെയും ക്വാളിറ്റീസും കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാവും. അവരുടെ ഡെവലപ്മെന്റും കാര്യങ്ങളും എൻറ്റയർലി ഡിഫറൻസ് ആയിരിക്കും, ഇല്ലേ? ഒരു ജോയിന്റ് ഫാമിലിയിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടിയിലുള്ള ഡെവലപ്മെന്റ് ആയിരിക്കില്ല ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടിക്ക് ഉണ്ടാവുക. കുറച്ചും കൂടി ഒറ്റ മോനാണെങ്കിൽ പ്രത്യേകിച്ച് സെൽഫിഷ് ഒക്കെ ആയിരിക്കും അല്ലെ, കുറച്ച്. ചില ഒരു ജോയിന്റ് ഫാമിലി ആകുമ്പോൾ അവിടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, അപ്പോൾ ഷെയറിംഗ് ഹാബിറ്റും ഹെൽപ്പിംഗ് ഹാബിറ്റും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്ഡ് ആവും. നമ്മളുടെ ന്യൂക്ലിയർ ഫാമിലിയിലാണെങ്കിൽ കുട്ടി തനിച്ചാണ്, എല്ലാ കാര്യവും അവന് സ്വന്തം എന്നുള്ള തിങ്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും കൂടി അവരുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീനെറ്റൽ ഫാക്ടേഴ്സ് ആണ്. പ്രീനെറ്റൽ ഫാക്ടേഴ്സിൽ മറ്റേണൽ ഹെൽത്ത് ആണ്. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഹെൽത്ത് കുട്ടീനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, നമ്മുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ല, പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിനെ മനസ്സ് വിഷമിപ്പിക്കരുത്. കാരണം എന്താണ്, അത് കുട്ടിയുടെ ഹെൽത്തിനെ വളരെയധികം അഫക്ട് ചെയ്യും. അതുകൊണ്ട് അമ്മമാരെ എപ്പോഴും സന്തോഷവാനായിട്ട് അല്ല ഹാപ്പി ആയിട്ടിരിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നൊക്കെ പറയൂ അല്ലെ. നമ്മള് പണ്ടേ അമ്മമാര് സന്തോഷിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് അന്ന് ഭയങ്കര എന്താ പറയാ, പണ്ട് നമ്മള് എല്ലാവരുടെ വീട്ടിലും ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്നും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോഴാണ് ഈ നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിനെ കാണാൻ പോകുമ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യുന്നത്, കാണാനൊക്കെ പോയിരുന്നത്. അപ്പൊ അവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കാണാനൊക്കെ പോയിരുന്നത്. പക്ഷെ ഇന്നതൊരു ചടങ്ങായിട്ട് മാറിയെന്നുള്ളൂ. മെറ്റേണൽ ഹെൽത്ത് ആ സമയത്ത് കുറച്ച് ഹാപ്പിനെസ് ആകട്ടെ, അല്ലെങ്കിൽ സന്തോഷമായിട്ട് അമ്മമാരിരിക്കണം, അല്ലെങ്കിൽ അത് കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഇൻഫ്ലുവൻസ് ചെയ്യും. മനസ്സിലായോ? മെറ്റേണൽ ഹെൽത്ത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സമയത്ത്. ഇനി മദർ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്. നമ്മൾ ആ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അമ്മ ആ ഒരു കുട്ടീനെ കൺസീവ് ചെയ്യാൻ റെഡിനെസ്, അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ന്യൂട്രീഷനും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് എടുക്കണം അല്ലെ. നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ന്യൂട്രീഷന് വേണ്ടിയിട്ട് പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഞങ്ങളുടെയൊക്കെ ഇവിടെ ചെറുപയറ്, ഗോതമ്പ്, ശർക്കര അതൊക്കെ കിട്ടും പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിന്. നിങ്ങളുടെ നാട്ടിൽ കിട്ടുമോ? ഓക്കെ. ഇപ്പൊ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അമ്മമാരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നത്. കാരണം അമ്മ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷനും കാര്യങ്ങളും കഴിച്ചാൽ മാത്രമാണ് കുട്ടിക്ക് വേണ്ട നല്ല ആരോഗ്യവാനായിട്ടുള്ള കുട്ടി നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, അണ്ടർ വെയിറ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇനി ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ ഇൻടേക്ക്. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഡ്രഗ്സോ ആൽക്കഹോളോ കഴിക്കാൻ പാടില്ല. അറിയാലോ അത് മിസ്കാരേജോ കുട്ടികളിലെ പെർമനന്റ് ഇഫക്റ്റോ കാര്യങ്ങളൊക്കെ വരുത്താനായിട്ട് കാരണമാണ്. അപ്പൊ അതുകൊണ്ട് ഡ്രഗ്സും ആൽക്കഹോളൊക്കെ എടുക്കുന്നത് വളരെയധികം എന്താണ്, കുട്ടിയുടെ ഹെൽത്തിനെ വളരെയധികം മോശമായിട്ട് അഫക്ട് ചെയ്യും. മേ ബി ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മള് പുകവലി അതെല്ലാവരും ചെയ്യുന്നില്ല. സ്ത്രീകൾ കോമൺലി സ്മോക്കിംഗ് ചെയ്യാറില്ല, പക്ഷെ പാസീവ് സ്മോക്കേഴ്സ് ആവാറുണ്ട്. ഹസ്ബൻഡ് ചിലപ്പോ സ്മോക്ക് ചെയ്യോ അല്ലെ. ചില പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഹസ്ബൻഡ് സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്മോക്ക് ചെയ്യുന്ന പുകയുണ്ടല്ലോ അതെന്ത് ചെയ്യും, ഈ കുട്ടിയുടെ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമന്റെ ശരീരത്തിലേക്ക് എൻട്രി ചെയ്യാനും പിന്നീട് എന്തെങ്കിലും ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് വരുന്നത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആണ് വരുന്നത്. കേൾവി കുറവ് പ്രശ്നങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള കേസുകൾ വരുന്നത്. ഡ്രഗ്സ് ആൽക്കഹോൾ ഇൻടേക്ക് ഒക്കെ ചെയ്യുന്ന കേസുകൾ മെയിൻ ആയിട്ട് വരുന്നത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആണ്, കുട്ടികളിലെ കേൾവി കുറവ്. ഇനി പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക.
എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അത് ഡിഫക്റ്റ് കുട്ടീനെ അഫക്ട് ചെയ്യും അല്ലെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എനിക്കറിയില്ല. ഞാൻ ഞാൻ പറയാം ഒരു കാര്യം. എന്റെ അനിയത്തി ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ചെറിയ ആക്സിഡന്റ് എന്ന് പറഞ്ഞാല് അമ്മ വീണപ്പോ വയറ് ചെന്നൊരു സ്ഥലത്ത് ഇടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് വയറ് ഇടിച്ചു കുറച്ചു നേരം കഴിയുമ്പോ വേഗം ഹോസ്പിറ്റലിൽ പോകാന്ന് വിചാരിച്ചു. 9 months അടുത്ത സമയത്താണ്, 8 കഴിഞ്ഞ് 9 months ആയ സമയത്താണ് സംഭവം. അപ്പൊ 8 months 9 months ആ ഒരു ടൈമിലാണ് സംഭവം നടക്കുന്നത്. അമ്മ ചെന്ന് ഇടിച്ച് വീണു, വയറ്റിലാണ് ഇടി കിട്ടിയത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ പെയിൻ ഒന്നും കാണാത്തതുകൊണ്ട് അമ്മ എന്ത് ചെയ്തില്ല, ഹോസ്പിറ്റലിൽ പോയില്ല. അന്ന് നമുക്ക് സ്കാനിങ് ഒന്നും ഒരുപാട് പ്രാവശ്യം ചെയ്യാനായിട്ട് പറ്റില്ല. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. 20-25 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. എക്സ്പെൻസീവ് ആണ് സ്കാനിങ് ഒക്കെ. നമുക്ക് എപ്പോഴും ചെയ്യാനൊന്നും പറ്റില്ല. ഇന്നത്തെ പോലെ നമുക്ക് അങ്ങനെ അത്ര ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്താണ്, അമ്മ പോയില്ല, ഹോസ്പിറ്റലിൽ പോയില്ല. പിന്നീട് ഡെലിവറി കഴിഞ്ഞപ്പോ അവളുടെ കാല്, സാധാരണ കുട്ടികളൊക്കെ പാദം ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, അവളുടെ പാദം ഇങ്ങനെയാണ് ഇരുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെ ഇരിക്കായിരുന്നു, പാദം ഇങ്ങനെ സൈഡായിട്ട് ഇരിക്കായിരുന്നു. ഡോക്ടർ ഇത് നോക്കി കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് എന്തൊരു ഡിഫക്റ്റ് ആണ്, എന്തെങ്കിലും ആക്സിഡന്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്. അപ്പൊ അവൻ പറഞ്ഞു ഇല്ല, ആക്സിഡന്റ് ഞാൻ വീണിട്ടുണ്ടായിരുന്നു, അപ്പൊ ചെറുതായിട്ടൊന്ന് ഇടിച്ചു, പക്ഷെ ഈ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു മേ ബി അതുകൊണ്ടാവാം ഇങ്ങനൊരു കാലിന് ഇങ്ങനെ ഈ ഒരു വളവ് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു വളവ് വന്നത്. ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞു. അന്ന് ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പോലെ അല്ല ഫിസിയോതെറാപ്പി. എന്താണ്, വൈദ്യന്മാരാ ചെയ്യുന്നത്. ഭാഗ്യത്തിന് അച്ചാച്ചന് അറിയായിരുന്നു, അച്ചാച്ചന് ഒരു വൈദ്യന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ എന്ത് ചെയ്തു, ഈ വൈദ്യന്റെ അച്ഛൻ അവിടെയുള്ള വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് കുഴമ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അച്ഛൻ തന്നെ ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അച്ഛൻ തന്നെ എന്ത് ചെയ്യും, ഈ ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾക്ക് ആ ഒരു ഡിഫക്റ്റ് ഇപ്പൊ ഇല്ല. എന്ന് വെച്ചാല് ഇങ്ങനെ ഇരുന്ന കാലിൽ നേരെ ആ ടൈമിൽ തന്നെ ജനിച്ച് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ഈ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങി കംപ്ലീറ്റ് ആയതുകൊണ്ടും അത് സക്സസ് ആയി. അപ്പൊ കാലിൽ ഇപ്പൊ ഇങ്ങനെയാണ്. ഡിഫക്ട്സ് ഒന്നും നമുക്ക് 2 കാലം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഡിഫക്റ്റ് എന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അതേപോലെ അത് മാറിയിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ഷൂ ഇടില്ലേ, നമ്മൾ ഷൂവിന് സൈസ് ഒക്കെ പറയില്ലേ, ചിലപ്പോ അവർക്ക് ഒരു കാലിന് 5 സൈസ് ആയിരിക്കും പാകം, അടുത്ത കാലിന് ചിലപ്പോ 6 ആയിരിക്കും പാകം. കാരണം ചെറിയൊരു വലിപ്പക്കൂടലും വലിപ്പക്കുറവും കാലിനുണ്ടെന്ന്. പക്ഷെ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അടുത്തറിയാവുന്നവർക്ക് മനസ്സിലാവുമെങ്കിലും ബാക്കി പുറത്തു നോക്കുന്നവർക്കൊന്നും ഒരു ഡിഫക്റ്റ് നമുക്ക് തോന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ആക്സിഡന്റിന്റെ ഇതായിട്ടായിരുന്നു ആ ഒരു ചെറിയ ഡിഫക്റ്റ് വന്നത്. അത് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ആ ടൈമിൽ തന്നെ ചെയ്തുകൊണ്ടും അത് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. അത് കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് ആ ഒരു പ്രശ്നമില്ലാണ്ട് മാറി. ഓക്കെ, ഇനി പോസ്റ്റ്നന്റൽ ഫാക്ടേഴ്സ് ആണ്. പോസ്റ്റ്നന്റൽ ഫാക്ടേഴ്സിൽ നമുക്ക് 3 ആയിട്ടാണ് പോസ്റ്റ്നന്റൽ ഫാക്ടേഴ്സ് നമ്മൾ പറയുന്നത്. ഒന്ന് ഫിസിക്കൽ എൻവയോൺമെന്റ്, ഒന്ന് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്, ഒന്ന് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. നമ്മൾ നമ്മളുടെ പോസ്റ്റ്നന്റൽ ഫാക്ടർ, കുട്ടിയുടെ ജനന ശേഷം ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ്. ഒന്ന് അവന്റെ ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദെൻ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നോക്കാം. ഫിസിക്കൽ എൻവയോൺമെന്റ്, ലിവിങ് കണ്ടീഷൻ, കുട്ടി ജനിച്ചതിന് ശേഷം വളർന്നു വരുന്ന ആ ഒരു സാഹചര്യവും കാര്യങ്ങളും. പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്, അവന് കളിക്കാനും അവന് നല്ല ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവന് ഡെവലപ്മെന്റ് നന്നായിരിക്കും. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അസുഖങ്ങളൊന്നുമില്ല, നല്ല ഹെൽത്തി ആണ്, അതേപോലെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഡെവലപ്മെന്റ് ഓക്കെ ആയിരിക്കും. ഇൽനെസ് ഓർ ആക്സിഡന്റ്, എന്തെങ്കിലും അസുഖങ്ങളോ ആക്സിഡന്റ്സോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ആദ്യം നമ്മൾ പറഞ്ഞ ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ്. ഫിസിക്കൽ എൻവയോൺമെന്റിന് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഒരു കുട്ടിയുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അവൻ വളർന്നു വരുന്ന ജീവിത സാഹചര്യം, ഒരു എന്താ പറയാ, നല്ല അത്യാവശ്യം നല്ല മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ നല്ല പരിഗണനയോടുകൂടി വളർന്നു വരുന്ന ഒരു കുട്ടിയുടെ ക്യാരക്ടർ ആയിരിക്കില്ല മേ ബി ഒരു സ്ലംസ് ഏരിയയിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടിയുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു ചേരി പ്രദേശത്ത് അധികം കെയറും കാര്യങ്ങളൊന്നും കിട്ടാതെ വളർന്നു വരുന്ന കുട്ടിയുടെ ക്യാരക്ടർ സെയിം ആവണമെന്നില്ല, എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. മേ ബി ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഒരു കുട്ടീനെ നമ്മൾ വീട്ടിൽ തന്നെ അടച്ചു വളർത്താന്ന് വിചാരിക്കും, പുറത്തൊന്നും കളിക്കാൻ വിടാണ്ട് വീട്ടിൽ തന്നെയാണ് അവനെ വളർത്തുന്നതെങ്കിൽ ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് ആയിരിക്കില്ല പുറത്ത് കളിക്കാനൊക്കെ പോയി അവൻ എൻവയോൺമെന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് വളർന്നു വരുന്ന കുട്ടിയുടെ ക്യാരക്ടർ. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും.
ഏത് കുട്ടിയായിരിക്കും ഡെവലപ്ഡ് ആയിട്ട് വരുന്നത്? മോർ ഡെവലപ്ഡ് എക്സ്പ്ലോർ പുറത്തു പോയി കളിക്കുന്ന കുട്ടി. പുറത്ത് പോയി കളിച്ച് നമ്മുടെ എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന കുട്ടിയായിരിക്കും മോർ ഡെവലപ്ഡ് ആവുന്നത്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന്റെ കാര്യമാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ആരോഗ്യമുണ്ട്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും എടുക്കുന്ന കുട്ടീനെ പോലെ ആയിരിക്കില്ല. ഇപ്പൊ നമുക്കറിയാലോ അട്ടപ്പാടി ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പോഷകാഹാര കുറവ് കാരണം ഒരുപാട് കുട്ടികൾ മരണം സംഭവിച്ചിരുന്നു ഒരു കാലഘട്ടത്തില്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ഭയങ്കരമായിട്ട് ശിശുമരണ നിരക്ക് ഭയങ്കര കൂടുതലായിരുന്നു ആ ഒരു ഭാഗത്ത്. ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഇന്ന് നമ്മുടെ ഗവൺമെന്റ് അതിന് വേണ്ട നെസസറി സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, ഹെൽത്തി ഫുഡും കാര്യങ്ങളും എത്തിക്കുന്നുണ്ട്. അപ്പൊ ന്യൂട്രീഷ്യസ് ഫുഡും എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൽനെസ് ആൻഡ് ആക്സിഡന്റ്, ഒരു കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാണ്, പെർമനന്റ് ഡിഫക്റ്റ് ഒക്കെ വരുമല്ലേ. ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാല് പെർമനന്റ് ആയിട്ടുള്ള ഡിഫക്റ്റ് ആയിരിക്കും. അത് ഏത് അസുഖമാണ് പെർമനന്റ് ഡിഫക്റ്റ് വരുന്ന അസുഖം? പോളിയോ. പോളിയോ അല്ലെ. പിന്നെ ആക്സിഡന്റ്സ് വരും അല്ലെ, ആണല്ലേ, ഇപ്പോഴും കേൾക്കാം അല്ലെ. പിന്നെ ആക്സിഡന്റ്സ് എന്തെങ്കിലും പറ്റാണെന്ന് വിചാരിക്കുക, നമ്മള് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ ആക്സിഡന്റ്സ് ഒക്കെ, ചെറുതല്ല വലിയ ആക്സിഡന്റ് ഒക്കെ പറ്റുകയാണെങ്കിൽ അതും ഫിസിക്കൽ ഡിസബിലിറ്റിനെ, ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നതാണ്. ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ എൻവയോൺമെന്റിൽ വരുന്നത്. ദെൻ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റിൽ വരുന്നത്, ഫസ്റ്റ് വരുന്നത് കുട്ടീനോടുള്ള പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കുട്ടീനോട് പ്രകടിപ്പിക്കാൻ? ലവിങ്, കെയറിങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ നമ്മുടെ കുട്ടീനോട് പ്രകടിപ്പിക്കാൻ. കാരണം നല്ല സ്നേഹത്തോട് തന്നെ നമ്മൾ കുട്ടികളെ ചേർത്ത് പിടിക്കണം. കാരണം അവർ കുറച്ച് കഴിയുമ്പോൾ അവിടെ വലുതായി പോകും അല്ലെ, വലിയ കുട്ടികളായി പോകും, കോളേജിൽ പോകും, മേ ബി കുറച്ച് കഴിയുമ്പോൾ ഹോസ്റ്റലിലേക്കൊക്കെ മാറിയൊക്കെ നിൽക്കും പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അത്രയും കുറച്ച് നാളെ നമ്മുടെ കൂടെ അവരുള്ളൂ. ആ സമയത്ത് നമ്മൾ നമ്മളുടെ ഇഷ്ടവും കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് അവരെന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്താ പറയാ, നല്ല രീതിയിൽ വാർത്തെടുക്കുകയാണ് വേണ്ടത്. ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്, നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നല്ലൊരു ഒരു ഇമോഷണൽ ബോണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, ഒരു ഫാമിലിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഫാമിലിയുടെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സൊസൈറ്റിയിൽ ആ ഫാമിലിയുടെ സ്റ്റാറ്റസ് കാര്യങ്ങളും കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫാമിലി സ്ട്രക്ചർ, ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി എടുക്കുകയാണെങ്കിൽ ജോയിന്റ് ഫാമിലിയിലെ കുട്ടികൾ കുറച്ചും കൂടി എന്താണ്, ഡെവലപ്ഡ് ആയിരിക്കും. ന്യൂക്ലിയർ ഫാമിലിയുടെ കുട്ടികൾ ഡെവലപ്ഡ് അല്ല എന്നല്ല പറയുന്നത്, കുറച്ച് കുറവായിരിക്കും. ജോയിന്റ് ഫാമിലിയുടെ വളർന്നു വരുന്ന കുട്ടികളുടെ ചില ക്വാളിറ്റീസ് ഈ കുട്ടികൾക്ക് ഉണ്ടാവില്ല, ന്യൂക്ലിയർ ഫാമിലിയിലെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. സെക്സ് ആൻഡ് കൾച്ചർ, നമ്മുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട്, ബിൽഡ് ചെയ്യാനായിട്ട് ഈ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. ഒരു കുട്ടിക്ക് എന്താണ്, അവനെ പഠിക്കാനുള്ള അല്ലെങ്കിൽ അവന് ഓരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അവന് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും അല്ലെ. അതേപോലെ ഈ ചില കുട്ടികൾ വൈ ക്വസ്റ്റ്യൻ ചോദിക്കും, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ അമ്മ ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഈ ഒരു കളറ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിക്കുന്നത്, അങ്ങനെ ചില ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ചില കുട്ടികൾ, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. കേട്ടിട്ടുള്ളത്? ആ കുട്ടികളെ ശ്രദ്ധിക്കണം, അവർക്ക് നല്ല കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിരിക്കും. അവർക്ക് നല്ല എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അവർ എക്സ്പ്ലോർ ചെയ്യാണ്, അവരെ എൻവയോൺമെന്റ് കണ്ട് മനസ്സിലാക്കി അവർ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ വൈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൂടാണ്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് വിചാരിക്കാം. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ മിസ്സേ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഇത് എന്താണ് കാരണം, പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മളത് ഹാൻഡിൽ ചെയ്യാം, പറഞ്ഞു കൊടുക്കാം. നമുക്കറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ടീച്ചർ ഒന്ന് നോക്കിയിട്ട് പറയാട്ടാ, ടീച്ചർക്ക് അത് അറിയില്ല എന്നാലും ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞുതരാട്ടാ എന്ന് പറയണം. ഓക്കെ, ഭയങ്കര ക്വസ്റ്റ്യൻസ്, ഭയങ്കര സംശയം. എന്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട്, അവൻ എത്രയാ, 5ാം ക്ലാസ്സിലായിരുന്നു. 5ാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ്, 8ാം ക്ലാസ് വരെ അവന് സംശയം തന്നെയാണ്. വെച്ചാല് കസിനാണ്, ആന്റി എന്ന് പറയണെന്ന്. ആന്റി എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തുടങ്ങും. എന്നിട്ട് ആർക്ക് സംശയം അവൻ ചോദിക്കും, എന്നിട്ട് എന്നോട് ക്ലിയർ ചെയ്യിക്കും. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ വേറെ സംശയമായിരിക്കും. ഇങ്ങനെ അത് തന്നെ റിപ്പീറ്റ്ലി കാണുമ്പോ ചോദിച്ചോണ്ടേയിരിക്കും.
എപ്പോഴും ഡൗട്ട്സ് ചോദിക്കുന്ന കുട്ടി അല്ലെങ്കിൽ എപ്പോഴും ബൈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എന്താ കാരണം, എന്താണ് എന്നൊക്കെ ചോദിക്കില്ല. അത് ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. എൻകറേജ് ബൈ ഗിവിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അവരെ എൻകറേജ് ചെയ്യാം, ആ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയാം. നീ പോയൊന്നും നിനക്ക് എപ്പോഴും ഒരു സംശയം എന്നൊക്കെ പറഞ്ഞാൽ വഴക്കൊന്നും പറയരുത്. കാരണം എന്താണ്, അവൻ ഡെവലപ്മെന്റിലേക്ക് വരുന്നതാണ്, ആ ഒരു ഡെവലപ്മെന്റ് ആവുന്നതാണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. വഴക്കൊന്നും പറയരുതേ. അപ്പൊ ഇത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഭാഗം. ചിക്കു സോറി മാം. ഓക്കേടാ. അപ്പൊ അത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കിയിട്ട് നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയാം. Then provide variety of activities. നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ 3 to 6 yearsലുള്ള കുട്ടികളോട് നമ്മൾ റീഡിങ്, സ്റ്റോറി ടെല്ലിംഗ്, ഡ്രോയിങ്, പ്ലേയിങ്, മ്യൂസിക്, ഡാൻസിങ്, ഡ്രാമാസ്റ്റിക് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാല് കഥകൾ പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് പറയിപ്പിക്കുക, പടം വരപ്പിക്കുക. നമ്മുടെ വീടൊക്കെ ചിലപ്പോൾ 3 വയസ്സോ 4 വയസ്സുള്ള കുട്ടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അവളുടെ ഹൈറ്റിനനുസരിച്ച് എന്തായിരിക്കും, ഡ്രോയിങ് ആയിരിക്കും ചുറ്റും. വരയ്ക്കരുതൊന്നും പറയരുത്. കാരണം എന്താണ്, അവര് വരച്ചിട്ടാണ് എഴുതാൻ പഠിക്കുന്നത്. അവരെ വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കാം. പിന്നെ അത് ഓക്കെ ആയിക്കോളും, ശീലമായിക്കോളും. നമുക്ക് അങ്ങനെയാണ് അവർ ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാം. അവർ ഓരോ കാര്യങ്ങൾ വരച്ചോണ്ടിരിക്കും. വീട്ടിലൊരുണ്ട് 4 വയസ്സ്, LKG പോവാ. ആളുടെ ഹൈറ്റ് അല്ല, ഹൈറ്റിനേക്കാളും മേലെയാണ് അവൾ എഴുതുന്നത്. ഹൈറ്റിലൊക്കെ എഴുതി കഴിഞ്ഞു. ഒരു 3 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഹൈറ്റിനുള്ള അവള് എന്തെങ്കിലും പെന്നും പെൻസിലും എപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ അത് വെച്ചിട്ട് അവള് എഴുതി കഴിഞ്ഞു. ഇപ്പൊ അവള് ചെറിയൊരു സ്റ്റൂൾ എടുത്തോണ്ട് വന്നിട്ട് അതിന്റെ മേലെ കയറി നിന്നിട്ട് എഴുതുന്നത്. ബോക്സ് വരയ്ക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നത്, പടം വരയ്ക്കുന്നു. ഫുൾ നമ്മുടെ എന്താ പറയാ, ഫുൾ വോള് അവളുടെ ഡെക്കറേഷനും ഡ്രോയിങ്സും ഒക്കെയാണ്. അപ്പൊ നമ്മള് കുട്ടികൾക്ക്, ഞാൻ അതിന് വേണ്ടിയിട്ട് അവള് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ ബുക്സും കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ ബുക്സിലൊക്കെ വരച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവൾ എന്ത് ചെയ്യും, അവൾക്ക് എന്താണ് ബോളാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ ബോളിൽ വരയ്ക്കുന്നതാണ് ഇഷ്ടം. വരച്ചോട്ടെ എന്ന് വിചാരിക്കാം. നമ്മൾ അതിന് എന്ത് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. കുട്ടികളല്ലേ, അവരങ്ങനെയാണ്, അവരങ്ങനെ വളർന്നു വന്നോളൂ. അങ്ങനെയാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഭാഗം തന്നെയാണ് അവർ വരയ്ക്കാൻ തുടങ്ങുന്നത്. അവർക്ക് എഴുതണമെന്നുണ്ട്. നമ്മളിപ്പോ ഞാനിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ഞാൻ നോട്ടൊക്കെ എഴുതുന്ന സമയത്ത് അവർക്ക് എഴുതാൻ അറിയില്ല. അന്ന് 3 വയസ്സാണ്. അപ്പൊ അവൾ എന്ത് ചെയ്യും, എന്റെ പെൻസിൽ എടുത്തോണ്ട് പോയിട്ട് ഭിത്തിയിലൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും, ചെയ്തുകൊണ്ടിരിക്കും. കോമൺലി എല്ലാ കുട്ടികളും സംഭവിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ എൻകറേജ് ചെയ്ത് അങ്ങോട്ട് വിടാം. മോണ്ടിസോറി അക്നോളജ് ദ പാസീവ് നേച്ചർ ഓഫ് ദ ചൈൽഡ്. കുട്ടികളുടെ ഈ ഒരു പാസീവ് നേച്ചർ, ഓരോ കാര്യങ്ങളും പഠിക്കാനുള്ള ആ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അക്നോളജ് ചെയ്യുന്നുണ്ട്. ദേ ഗോ ത്രൂ ദ പീരീഡ് ഓഫ് അബ്സോർപ്ഷൻ ഫ്രം ദ എൻവയോൺമെന്റ്. കുട്ടികളെ കടന്നു പോകുന്നത് അവർ എൻവയോൺമെന്റിൽ നിന്ന് ഓരോ കാര്യങ്ങളും അബ്സോർബ് ചെയ്യുന്നതിലൂടെയാണ്. ഓരോ കാര്യങ്ങളും അവരെന്ത് ചെയ്യാണ്, ഗ്രാസ്പ് ചെയ്യാണ്. So she give more importance to the prepared environment. So Montessori അതുകൊണ്ടാണ് നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ പ്രിപ്പയർ എൻവയോൺമെന്റിൽ ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. At the same time she recognize strong active nature of the child. അതേസമയം നമ്മള് കുട്ടിയുടെ സ്ട്രോങ് ആക്റ്റീവ് നേച്ചർ ഉണ്ട്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അല്ലെ, ഭയങ്കരമായിട്ട് എന്താണ്, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. നമ്മൾ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മൾക്ക് അങ്ങനെ ഒരു കുട്ടികളെ കിട്ടുകയാണെങ്കിൽ, മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അങ്ങോട്ട് വർക്ക് കൊടുക്കുക. വർക്ക് കൊടുത്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക, റിപ്പീറ്റ് ചെയ്ത് അവർ ടയേർഡ് ആവുമ്പോൾ അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ അങ്ങോട്ട് കുറയും, കുറച്ചങ്ങോട്ട് കുറയും. അപ്പൊ പിന്നെ നമുക്ക് കൺട്രോൾഡ് ആവും, നമ്മള് നോർമൽ ചൈൽഡ് ആയിട്ട് മാറും. റിപ്പീറ്റ്ലി വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചാൽ മതി, നമുക്ക് നോർമൽ ചൈൽഡ് ആക്കി അവരെ മാറ്റാനായിട്ട് പറ്റും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിള്, ഒരു കുട്ടി നല്ല വികൃതിയാണെന്ന് വിചാരിക്കും, ഭയങ്കര വികൃതിയാണ്. അവൻ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ്ലി അവനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടേയിരിക്കാം. അവന് സ്ട്രെസ് ചെയ്യാനുള്ള ടൈം കൊടുക്കാതിരിക്കുക, അവന്റെ മൈൻഡ് റെസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയിൽ പോകും. അവന് വീണ്ടും അവൻ നമ്മൾ പറയില്ലേ, ഞാൻ എന്ത് കുക്കിന്ന് വന്ന ഭൂതോ, കഴിയുമ്പോ എനിക്ക് വർക്ക് തരാനായിട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതേപോലെ റിപ്പീറ്റ്ലി നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുക, വർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം. അതിലൂടെ അവരെന്താവും, ഡെവലപ്ഡ് ആയിട്ട് മാറും. Allowing the child freedom to choose their own activities voluntarily. അതേപോലെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, വർക്ക് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. മെറ്റീരിയൽസിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കുട്ടികളെ ലേൺ ചെയ്യിക്കുന്നത്. ഈ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ അവർക്ക് അലോ ചെയ്യാം.
ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം, എവിടെ ഇരിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ വോളണ്ടറി നമ്മൾ ആ കുട്ടികൾക്ക് ആ ഫ്രീഡവും കാര്യങ്ങളും കൊടുക്കാം. ഒന്ന് റീഡ് ചെയ്യോ ഇത്ര എടുത്ത പോർഷൻ? ശ്രീനന്ദൽ മുതൽ ഞാൻ നിർത്തിക്കാരൊന്ന് റീഡ് ചെയ്തേ. Maternal health, mother's physical and mental state, mother's yes ma'am. അവിടേക്കട റീഡ് ചെയ്യാൻ ഉദ്ദേശം നിങ്ങൾ തന്നെ വായിച്ചോട്ടാ, മനസ്സിലാച്ചാൽ മതി. Okay. Maternal health, mother's physical and mental state, mother's readiness to have the child, nutrition, drug or alcohol intake, any accidents, postnatal, physical environment, living conditions, place, space and environment, health and nutrition, illness and accidents, socio-emotional environment, parental attitudes and child rearing practice, socio-economic status, family structure, sex and culture, intellectual environment, opportunity to explore and experiment, arouse inquisitiveness to ask questions, encouragement by giving positive feedback, providing a variety of activities, namely reading, storytelling, drawing, playing music, dancing, and dramatizing. Montessori acknowledges the passive nature of the child. They go through a period of absorption from the environment, and so she gives more importance to the prepared environment. At the same time, she recognizes the strong active nature of the child, allowing children the freedom to choose their own activities voluntarily. ബാക്കി എല്ലാരും വായിച്ചോ? വായിച്ചോ ബാക്കിയുള്ളവര്? ക്ലിയർ ആണോ ടോപ്പിക്? ഇനി മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ്, നമ്മൾ ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഴികക്കല്ല് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് സ്റ്റേജസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പീരീഡ് ഓഫ് ഓവം. ഓവം എന്ന് പറയുന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ കൺസംഷൻ ടു എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് വരെയാണ് നമ്മൾ പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. കൺസെപ്ഷൻ ടു പീരീഡ് ഓഫ് എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്. ഇനി പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത് 8 to 9 months ആണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് 8 to 9 weeks ആണ്. സെക്കൻഡ് ടു 8th വീക്ക് വരെയാണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. ദെൻ പീരീഡ് ഓഫ് എംബ്രിയോ വരെ അവിടെ പറയുന്നുള്ളൂ. ഞാൻ ഇനി 2-3 പോയിന്റ് ഞാൻ പറയാം. പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറയുന്നത് 8 week to until the birth വരെയാണ് പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറയുന്നത്. ആ പോയിന്റ് അവിടെ വിട്ടുപോയതാണ്, നമുക്ക് ഇപ്പുറത്ത് പഠിക്കാനുണ്ട്, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ട്രൈസ് ടു ഹോൾഡ് അപ്പ് ദ ഹെഡ് സ്റ്റഡി. കുട്ടി തല ഇങ്ങനെ ഉയർത്തി പിടിക്കാനായിട്ട് എപ്പോ തുടങ്ങും? പീരിയഡ് ഓഫ് ഫീറ്റസ് എന്ന് പറഞ്ഞ എത്ര മാസം തൊട്ടാ? അത് 8 weeks മുതൽ until the birth വരെയാണ്. 8 weeks തൊട്ട് until birth വരെയാണ് പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറയുന്നത്. മാം ഫീറ്റസും നമ്മളുടെ ഈ എംബ്രിയോ സെയിം കാര്യങ്ങളല്ലേ? അവിടെ പറയാടാ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഓരോന്നായിട്ട് പറയാം. അത് കൺഫ്യൂസിങ് ആവും. ആ ഒരു ഫ്ലോയിൽ പഠിച്ചില്ലെങ്കിൽ അത് കൺഫ്യൂസിങ് ആവും. അതുകൊണ്ടാണ്. അപ്പൊ അതവിടെ വിട്ടുപോയതാണ്. ഈ ഒരു പോയിന്റ് ട്രൈസ് ടു ഹോൾഡ് അപ്പ് ദ ഹെഡ് സ്റ്റഡി. അത് ഏത് മാസം മുതലാണ്? ബർത്ത് ടു 2 months വരെ മുതലാണ്. ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് ഒരു പോയിന്റ് ഒന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ബർത്ത് ടു 2 months ഒരു കുട്ടി തല ഹോൾഡ് ചെയ്യുന്നത് എന്താണ് എന്താ പറയാ? തല ഉയർത്തുന്നത്. നമ്മൾ പറയുന്നത് തല ഉറച്ചിട്ടില്ല, കുട്ടി തല ഉറച്ചിട്ടില്ല, ശ്രദ്ധിച്ചു പിടിക്കണം. കുഞ്ഞു കുട്ടികളെ നമ്മളെടുക്കുമ്പോ പറയാറുണ്ടല്ലോ, എന്താണ് പറയാ, കുട്ടിയുടെ തല ഉറച്ചിട്ടില്ല, ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ട്രൈസ് ടു ഹോൾഡ് അപ്പ് ദ ഹെഡ് സ്റ്റഡി എപ്പം മുതലാണ്? ബർത്ത് ടു 2 months വരെ. ഒന്ന് എഴുതാൻ പറ്റുമത്? ആ ഒരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നതാ, ആ പോയിന്റ് വിട്ടുപോയതാണ്. അപ്പോ എന്തോ എറർ വന്നിരിക്കാൻ. നിങ്ങളുടെ ടെസ്റ്റിൽ എങ്ങനെയാ? Try to hold up head steady എന്നുള്ളത് 8 month until birth ആണ് മാം. അതാണ്, അത് തെറ്റാണ് കേട്ടോ. 8 മാസം മുതൽ
അൺടിൽ ബർത്ത് വരെയാണ് തല ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരിക്കലുമല്ല, ബർത്ത് മുതൽ 2 months വരെയാണ്. ജനിച്ചതിന് ശേഷം ഒരു 2 മാസം വരെയാണ് കുട്ടി ഇങ്ങനെ തല ഉയർത്തിയൊക്കെ നോക്കുന്നത്. നമ്മൾ തോളത്തിടുമ്പോ നമ്മൾ പറയില്ലേ കൈ ശ്രദ്ധിച്ചു പിടിക്കണം, കാരണം എന്താണ്, തല ഉറച്ചിട്ടില്ല എന്ന് പറയാറുണ്ട് അല്ലെ. 1.5-2 മാസത്തിനുള്ളിൽ തല ഉറയ്ക്കും. ഓക്കെ, 1.5-2 മാസത്തിനുള്ളിൽ തല ഉറച്ചിട്ടുണ്ടാവും കേട്ടോ. അത് കഴിയുമ്പോഴാണ് അവർ കമന്ന് വീഴുന്നത്. അത് എഴുതിയോ? ട്രൈസ് ടു ഹോൾഡ് അപ്പ് ദ ഹെഡ് സ്റ്റഡി എഴുതിയോ എല്ലാവരും? ഓക്കെ. അപ്പൊ 1.5 മുതൽ 2 മാസം 2 മാസത്തിനുള്ളിൽ കുട്ടി തല ഉറച്ചിട്ടുണ്ടാവും. തല ഉറച്ചു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്? കമന്ന് വീഴുന്നത് അല്ലെ. കമന്ന് വീണിട്ട് നമ്മൾ തലയൊക്കെ പൊക്കി നോക്കും കുഞ്ഞിക്കുട്ടികള്. നമ്മൾ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന സ്റ്റേജസ് നമ്മുടെ കുട്ടിയുടെ ആ ഒരു ടൈമിലൂടെ പോകാൻ നമുക്ക് കുറച്ചുകൂടി ഹാപ്പിനെസ് കിട്ടും. കാരണം എന്താണ്, നമ്മളുടെ കുട്ടിയുടെ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കുട്ടി കമന്ന് വീണു, തല ഉയർത്തി പിടിക്കുന്നു, പിന്നെ ഇരിക്കാൻ തുടങ്ങുന്ന എപ്പോ മുതലാണ്? ഒരു 5-ാം മാസം മുതൽ അല്ലെ. ഇരിക്കുന്നപ്പോഴാണ് 5 മാസം ആകുമ്പോഴേക്കല്ലേ ഇരിപ്പൊന്ന് ഉറയ്ക്കുന്നത്. എന്റെ മോള് ഇരുന്നതിന് ശേഷമാണ് എഴഞ്ഞു എന്ന് എനിക്കറിയില്ല കേട്ടോ. മുട്ടിൽ എഴഞ്ഞു എന്ന് എന്നോട് ചോദിക്കരുത്. ആൾ എഴുന്നേറ്റ് നിന്നു. 8-ാം മാസം ഒരു 5 മാസം 6 മാസം ഒക്കെ ആയപ്പോഴേക്കും ഇപ്പൊ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 8 മാസമായപ്പോ ഒന്ന് എഴഞ്ഞു എന്ന് തോന്നുന്നു ജസ്റ്റ്. പിന്നെ ആള് എഴുന്നേറ്റ് നിൽക്കാണ് ചെയ്തത്. 1 വയസ്സൊക്കെ ആയപ്പോഴേക്കും നിൽക്കാൻ തുടങ്ങി, പിന്നെ നടക്കാൻ തുടങ്ങി, പിന്നെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ കയറാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഇതിൽ പറയുന്നത് സിറ്റിങ്ങിന് പറയുന്ന ടൈം എന്ന് പറഞ്ഞാല് ഇത് കുറയ്ക്കുന്ന ടൈം 2 to 5 months ആണ്. 2 മുതൽ 5 മാസം. 5 മാസം മതി കേട്ടോ, 2 മുതൽ ഒന്നും പറയണ്ട. 5 monthsനുള്ളിൽ നമ്മൾ എന്ത് തുടങ്ങും? കുട്ടികൾ ഇരിപ്പ് കുറയ്ക്കും. ക്രൗളിങ് എഴഞ്ഞു തുടങ്ങുന്നത് 8 മാസം ഉള്ളപ്പോഴാണ്. ഓരോ കുട്ടികൾക്കനുസരിച്ചും ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ തുടങ്ങുന്നത് 12 മാസം ഉള്ളപ്പോ മുതൽ കുട്ടികൾ എന്തെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് തുടങ്ങും. ബാലൻസ് ചെയ്യാനായിട്ട് അവർ തുടങ്ങും. പിടിച്ചൊക്കെ ഒന്ന് നിൽക്കാനൊക്കെ തുടങ്ങും. പിന്നെ വാക്കിംഗ് നടന്നു തുടങ്ങുന്നത് 11 മുതൽ 14 മാസം വരെ. 1.5 വയസ്സ് വരെയും കുട്ടികൾ 1.5 വയസ്സിനുള്ളിൽ നടന്നാൽ മതി. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ക്യാൻ ക്ലിം ദ സ്റ്റെയർ. നമ്മൾ കുട്ടികൾ സ്റ്റെയർ കയറി തുടങ്ങുന്നത് ഒരു 15 മാസമൊക്കെ ആകുമ്പോൾ മുതൽ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും? സ്റ്റെയറും കാര്യങ്ങളൊക്കെ കയറാൻ തുടങ്ങും. ഓടാൻ തുടങ്ങുന്നത് 15 മാസം കഴിഞ്ഞിട്ടല്ലേ. 1.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ ഓടാൻ തുടങ്ങും. പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, അത്രയും സ്പീഡായിരിക്കും അവർക്ക് അല്ലെ. അപ്പോ ഓരോ കുട്ടിയുടെയും മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് കൺസെപ്ഷൻ ടു എൻഡ് ഓഫ് ദ 2nd വീക്ക് ആണ്. പീരീഡ് ഓഫ് എംബ്രിയോ 2nd to 8th വീക്ക് ആണ്. പീരീഡ് ഓഫ് ഫീറ്റസ് 8th വീക്ക് to until birth ആണ്. ട്രൈസ് ടു ഹോൾഡ് അപ്പ് ദ ഹെഡ് സ്റ്റഡി ബർത്ത് ടു 2 months ആണ്. സിറ്റിംഗ് 5 months, crawling 8 months, standing with support 12 months, walking 40 months, and standing with the support can climb the stair 50 months, running 18 months. ഞാൻ മാക്സിമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മിനിമം ഞാൻ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. അത് ചില കുട്ടികൾ ചിലപ്പോൾ നേരത്തെ നടക്കാൻ തുടങ്ങും, ചില കുട്ടികൾ നേരത്തെ ഓടാൻ തുടങ്ങും, ചില കുട്ടികൾ നേരത്തെ നിൽക്കാനൊക്കെ തുടങ്ങും, ചിലർ നേരത്തെ എഴുതുകയൊക്കെ ചെയ്യും. അത് ഓരോ കുട്ടിനനുസരിച്ചും ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ എല്ലാവരും മാക്സിമത്തിൽ ഇട്ടിട്ടാ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്ക്. മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ഞാൻ ഒറ്റയടിക്ക് എടുക്കാനാണ് വിചാരിക്കുന്നത്. ലൈഫ് മുതൽ നമ്മള് ബേബി അറ്റ് ബർത്ത് വരെയുള്ള പോർഷൻ ഒരുമിച്ച് എടുക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ആ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ മാത്രം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ടൈം പീരീഡ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക കേട്ടോ.
അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആ പോർഷൻസ് എടുക്കാം കേട്ടോ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരാ സൈൻ ഔട്ട് പറയട്ടെ മാം. പറഞ്ഞോളാം. ഇന്ന് ക്ലാസ് എടുത്ത അപർണ മിസ്സിന് വളരെ നന്ദി. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആയി കാണും. ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് മാമിനോട് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. താങ്ക് യു. ഡൗട്ട് ഉണ്ടോ? പറഞ്ഞ പോർഷനിലൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്നാലും ഒന്ന് വായിച്ചു നോക്കാം. ഈ മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആവും. ആ ടൈം ആകുമ്പോൾ ഓരോ പീരീഡും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിക്കോളൂ കേട്ടോ. മാം ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. മാം ഇത് ലിസ്റ്റ് ഇട്ടായിരുന്നു 20 ഐറ്റംസിന്റെ നമുക്ക് ചെയ്യാനുള്ള വർക്കിന്റെ. അപ്പൊ അത് ഒന്നിച്ച് ചെയ്യേണ്ടതാണോ അതോ അല്ലല്ല ലിസ്റ്റ് 16 ഇട്ടോ? പിന്നെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ തരുന്ന ആക്ടിവിറ്റീസ് ടൈം ടു ടൈം ചെയ്താൽ മതി. അത് എല്ലാ ഐറ്റംസും നമുക്ക് ചെയ്യാനുള്ളത് തന്നെയാണ്. നമുക്ക് വീക്കിലി ആയിട്ട് ചെയ്താൽ മതി. ഓരോ ടൈം തരുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനിയിപ്പോ ബൈ ചാൻസ് ചില കുട്ടികൾ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളുണ്ട്, അവരെന്തൊക്കെ ഐറ്റംസ് ആണ് ചെയ്യേണ്ടതെന്ന് ഒരു ധാരണയില്ല. അതുകൊണ്ടാണ് അത് ലിസ്റ്റ് ചോദിച്ചപ്പോ നമ്മൾ ലിസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ മാം. നിങ്ങൾക്ക് ഡെയിലി നമ്മൾ തരുന്ന ടാസ്ക് അനുസരിച്ച് ചെയ്താൽ മതി. പറയുന്ന അനുസരിച്ച് നമുക്ക് ചെയ്താൽ മതിയോ? ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു മാം.